ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ദുരന്തർ 2 മൂവീസ് 2 ദിവസം മുമ്പ് കണ്ടതാണ്. അപ്പോൾ അതിനെപ്പറ്റി റിവ്യൂ ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സിനിമ കാണാത്ത ആൾക്കാരോട് പറയാനുള്ള കാര്യം, ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. അതും മസ്റ്റ് വാച്ച് ഇൻ ഗുഡ് തിയേറ്റർ. നിങ്ങൾ നല്ല തിയേറ്ററിൽ ഈ സിനിമ കാണുന്നില്ലെങ്കിൽ പിന്നെ കാണാതിരിക്കുക. മോശം തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് കാര്യമില്ല. അതുപോലെ ടിവിയിലോ OTTയിലോ ഈ സിനിമ പോയി കണ്ടിട്ട് കാര്യമില്ല. ഇത് മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ടോപ്പ് 10 തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി എടുക്കുകയാണെങ്കിൽ ആ ടോപ്പ് 10ൽ 2 ദുരന്തർ 1ഉം 2ഉം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു സിനിമ ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു നല്ല തിയേറ്ററിൽ മാത്രം പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് 95% പേരും പോസിറ്റീവ് 100% പോസിറ്റീവ് റിവ്യൂസാണ് പറയുന്നതെങ്കിലും ഒരു 5% പേര് 2 നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. അവർ പറയുന്നത് നല്ല മൂവീസ് തന്നെ തന്നെയാണ്, നല്ല 2 കാര്യങ്ങൾ അവർ നെഗറ്റീവ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നെഗറ്റീവ് അവർ പറയുന്നത്, ഈ സിനിമയ്ക്ക് ഒരു നല്ലൊരു സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റഗണിസ്റ്റ് അല്ലെങ്കിൽ വില്ലൻ ഇല്ല എന്നാണ് ഫസ്റ്റ് പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. അത് ശരിയാണ്. കാരണം ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ അക്ഷയ് ഖന്ന ചെയ്ത കഥാപാത്രം റഹ്മാൻ വളരെ സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ പക്ഷേ നമുക്ക് ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, മൾട്ടിപ്പിൾ വില്ലൻ ഉണ്ടെങ്കിലും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് നമുക്ക് ആരെയും തോന്നിയില്ല. പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. കാരണം അത് മനസ്സിലാക്കാതെയാണ് ഇവരിങ്ങനെ നെഗറ്റീവ് പറയുന്നത്. കാരണം ഒന്നാമത്തെ ദുരന്തർ ഫസ്റ്റ് പാർട്ടിൽ കഥ സ്ലോലി ബിൽഡ് ചെയ്യുന്നതും ഡെവലപ്പ് ആവുന്നതും എൻഡ് ചെയ്യുന്നതും ഈ അക്ഷയ് ഖന്ന ചെയ്ത കഥാപാത്രത്തിൻ്റെ പറ്റിയാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ ബിൽഡ് ചെയ്യുന്നതും ഡെവലപ്പ് ആവുന്നതും എൻഡ് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ സ്പേസ് കൊടുക്കുന്നത് വില്ലനായിരിക്കും. വില്ലനെ ഒരുപാട് സ്പേസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളൊരു എന്താ പറയുക, ഒരു പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ദുരന്തർ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് അക്ഷയ് ഖന്നയോട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കാരണം. പക്ഷേ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഈ രൺവീർ സിംഗിന് ഫസ്റ്റ് പാർട്ടിൽ അത്ര വലിയൊരു സ്പേസ് കിട്ടി നമുക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലും സെക്കൻഡ് പാർട്ടിൽ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് മുതൽ അദ്ദേഹം എങ്ങനെ പാകിസ്ഥാനിൽ എത്തിപ്പെടുന്നു, പാകിസ്ഥാനിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ തിരിച്ചിന്ത്യയിലേക്ക് വരുന്നു, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ, അതായത് രൺവീർ സിംഗിനെ ചുറ്റിപ്പറ്റിയാണ് സെക്കൻഡ് പാർട്ടിൽ കഥ ഡെവലപ്പ് ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എല്ലാതും 100% ഒരു രൺവീർ ഷോ തന്നെയാണ് ദുരന്തർ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഈ ലോജിക്ക്, ഈ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താണ് കുറേ തീരെ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യാതെ കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്. രണ്ടിൻ്റെതായ റീസൺ ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ ശരിയാണ്, വില്ലന്മാർക്ക് സ്പേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം രൺവീർ സിംഗിനെ ചുറ്റിപ്പറ്റിയിട്ട് കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വില്ലന്മാർക്കും അത്രയധികം സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെബ് സീരീസ് ആക്കി ഇറക്കേണ്ടി വരും. 5, 6, 7 പാർട്ടായിട്ട് ഒരു വില്ലന് വേണ്ടിയിട്ട് ഒരു സിനിമ, മറ്റേ വില്ലന് വേണ്ടി വേറെ സിനിമ, അങ്ങനെ പല പാർട്ടായിട്ട് സിനിമ ഇറക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഒന്നാമത്തെ നെഗറ്റീവ് ആൾക്കാർ പറയുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. ഇനി രണ്ടാമത്തെ നെഗറ്റീവ് ഇവർ പറയുന്നത്, ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ്. എനിക്ക് മനസ്സിലാകും, നമ്മൾ റിയലായിട്ട് നടന്ന ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പ്രൊപ്പഗണ്ട മൂവി ആവുന്നത്? ഇത് റിയലായിട്ട് നടന്ന കാര്യങ്ങളാണ് ആ സിനിമയിൽ പറയുന്നത്. ഓക്കെ, ഡീമോണിറ്റൈസേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു അത്യാവശ്യം സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ന്യൂട്രലായിട്ടൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി, 100 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പല ആൾക്കാരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒറ്റയ്ക്കെടുത്ത് തീരുമാനം, പല വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നതും ഇൻ്റലിജൻസ് വ്യൂ അങ്ങനെ പലരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു ദിവസം ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായില്ലേ? അല്ലാതെ സ്വയം കുഴി തോണ്ടാൻ ആരെങ്കിലും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുക. കാരണം ഡിമോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല സംസ്ഥാനങ്ങളും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അവരുടെ സീറ്റിനെ തന്നെ അത് ബാധിക്കും. ഒരുപാട് പേര് അവരെ തെറിവിളിക്കും. BJP-ക്കാർ തന്നെ അവർക്കെതിരായിട്ട് വരുന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവില്ലേ? അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി അവരുടെ കുഴി വെറുതെ ഒരു കാരണമില്ലാതെ ഒരു ഡിമോണിറ്റൈസേഷൻ ചെയ്യും. അതിൻ്റെ പുറകിൽ തക്കതായ കാരണമുണ്ട്. അന്നും ഇന്നും അവർ പറയുന്നത് എന്താണ്? ഇത് കള്ളപ്പണവും കള്ളനോട്ടും പിടിക്കാൻ വേണ്ടി തന്നെയാണ്, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിനല്ലേ, അല്ലാതെ വെറുതെ നിങ്ങളെന്താ പറയുന്നത് ഇതിനെതിരെ ഇത് ഒരു പ്രൊപ്പഗണ്ടയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് പ്രൊപ്പഗണ്ടയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, എന്തുകൊണ്ടായിരിക്കും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇത്രയും ആൾക്കാരോട് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിയാനുള്ള 99 സാധ്യതയും നിലനിൽക്കുക ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം? അപ്പോൾ വെറുതെ വട്ടൊന്നുമില്ലല്ലോ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. തക്കതായ കാരണമുണ്ട്. പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും നിയമമോ എന്തെങ്കിലും ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും മിനിമം 7 മുതൽ 10 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ്. പുതുതായിട്ട് എന്തെങ്കിലും ലോയോ എന്തെങ്കിലും നിയമങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10 വർഷം മുമ്പ് പാകിസ്ഥാൻ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു. 10 വർഷത്തിന് മുമ്പ് പാകിസ്ഥാൻ്റെ പൊസിഷനും 10 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ പൊസിഷനും നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്ക്. പാകിസ്ഥാൻ ഓൾമോസ്റ്റ് ഗോൺ. ഇന്ത്യനായിട്ട് പണ്ടൊക്കെ ഒരു 15 വർഷം മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഏകദേശം തുല്യ ശക്തികളായിരുന്നു സാമ്പത്തികമായിട്ട്. ചില മേഖലകളിൽ ഇന്ത്യനേക്കാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു, അല്ലാണ്ട് ഒരു പ്രൊപ്പഗണ്ട അല്ല. പിന്നെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഒരു അറ്റാക്കിങ്, ശരിയാണ്, ആ സിനിമയിൽ പറയുന്ന പോലെ ദിസ് ഇസ് ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിലും ന്യൂ ഇന്ത്യ
ന്യൂ ഇന്ത്യ തന്നെയാണ്, പണ്ടത്തെ ഇന്ത്യ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ന്യൂട്രലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലൊരു പ്രൊപ്പഗണ്ട ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുന്നതിന് ഒരിക്കലും പ്രൊപ്പഗണ്ട എന്ന് പറയരുത്. ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത ഒരു മണ്ടത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് കാണിക്കുന്നതോ പിന്നെ എന്തെങ്കിലും ചെയ്ത ഒരു മണ്ടത്തരത്തിനെ ന്യായീകരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു സീൻസോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറയുന്ന ഒരു സീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കാം ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ്. ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നതിനെ എങ്ങനെ നമുക്കൊരു പ്രൊപ്പഗണ്ടയാണെന്ന് പറയാൻ സാധിക്കും?